ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വർക്കലയിലുണ്ടായ ഒരു നിർഭാഗ്യകരമായ സംഭവം. എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുകേൾവിയില്ല. സത്യത്തിൽ സ്വന്തം അഥവാ 10 മാസം ആ അമ്മ വയറ്റിൽ പിറന്നു കൊണ്ടു നടന്ന ആ സ്വന്തം മകള്, ഒരു മരുമകളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ മകള്, അതാ വഞ്ചത്തി മകൾ എന്താ ചെയ്തിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഈ പാവപ്പെട്ട ഈ മാതാപിതാക്കൾ ഗൾഫിലായിരുന്നു ഒരു കാലത്ത്. എന്തിനു വേണ്ടി? ഈ മക്കളെ നല്ല നിലക്ക് കൊണ്ടുവരാൻ. അവർക്ക് നല്ല നിലയിൽ അവരെ പഠിപ്പിച്ചു, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് ജോലി ലഭിപ്പിച്ചു, അവർക്ക് അത്യാവശ്യം വിൽപത്രത്തിലൂടെ സ്ഥലങ്ങൾ എഴുതി വെച്ച് എല്ലാം ചെയ്തു വെച്ചു ഈ മാതാപിതാക്കൾ. അഥവാ കാലങ്ങൾ മുഴുവനും, നല്ല കാലം മുഴുവനും പ്രവാസി ലോകത്ത് ചെലവഴിച്ചു. എന്നിട്ട് അധ്വാനിച്ചത് ഈ മക്കൾക്ക് വേണ്ടിയാണ്. അങ്ങനെയാണ് ഈ വഞ്ചത്തി മകൾ. അങ്ങനെ ചില പെണ്ണുണ്ടാകുമല്ലോ, സോപ്പിടൽ കഴിവ്. അങ്ങനെ ആ അമ്മയെയും അച്ഛനെയും ഈ വഞ്ചത്തി സോപ്പിട്ടു, ഈ വെൽപത്രത്തിൽ കിട്ടിയതിന് പുറമെ. എന്നിട്ടോ നിങ്ങൾ ഒറ്റക്ക് കഴിയുകയല്ലേ അവിടെ? അപ്പോൾ അതുകൊണ്ട് ആ വീടും സ്ഥലവും നിർബന്ധിപ്പിച്ചു ഈ വഞ്ചത്തി വിൽപ്പിച്ചു. വിൽപ്പിച്ചതിന് ശേഷം ആ 35 ലക്ഷം രൂപയും ഈ സ്ത്രീ വരുത്തി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവ് വരുത്തി വെച്ചിട്ടുള്ള ആ കടബാധ്യതയ്ക്ക് വേണ്ടി ബാങ്കിൽ അടച്ചു. ലോണുണ്ടായിരുന്നു അവർക്ക്, ആ ലോൺ അടച്ചു തീർത്തു. അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ മാതാപിതാക്കൾ വിചാരിച്ചു, എന്ത്, ഈ മകളുടെ അടുക്കലാണല്ലോ പണം കൊടുത്തത്, അപ്പോൾ എന്തായാലും തങ്ങൾക്കും ഒരു അവകാശം ഉണ്ടാകും. തീർച്ചയായിട്ടും ഇതിൽ താമസിക്കാൻ എന്തായാലും ഞങ്ങളെ ആട്ടിപ്പായിക്കാൻ പറ്റില്ല. ഓറലായിട്ട് പറഞ്ഞതാകും, സത്യത്തിൽ രേഖാമൂലമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? വിശ്വസിച്ചു ഇവർ, ഈ മക്കളെ വിശ്വസിച്ചു. ആ മക്കളെ വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ മക്കളെ സ്നേഹിച്ചു. വിശ്വസിക്കുക മാത്രമല്ല, ആ സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ട് ആ മക്കൾക്ക് വിൽപത്രത്തിൽ എഴുതി കൊടുത്തു. അതാണല്ലോ ഈ അച്ഛൻ പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്താ ഇപ്പോൾ ഈ അച്ഛൻ പറഞ്ഞത്? ആരോടും ഒരു വിവേചനവും ചെയ്തിട്ടില്ല. സാധാരണ രീതിയിൽ ഒരു 3 മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് കൂടുതൽ ഓഹരി കൊടുത്താൽ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ഒരു മകന് വെറുപ്പ് വരും. കണ്ടില്ലേ അച്ഛനും അമ്മയും ഞങ്ങളോട് കാണിച്ചത്? ഞങ്ങളോട് മാത്രമാണല്ലോ ഇങ്ങനെ കാണിച്ചത്. ഏട്ടനും പെങ്ങൾക്കും ഇത്ര കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് അത്ര കിട്ടിയില്ലല്ലോ. ഇനി എന്തായാലും അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഈ അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും അവകാശികൾക്കിടയിൽ ഒരു വിദ്വേഷമോ പകയോ ഉണ്ടാവത്തക്ക രീതിയിലൊന്നും തന്നെ ഈ മാതാപിതാക്കൾ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് എല്ലാവരോടും നീതി പ്രകാരം അവർ ജീവിക്കുന്ന കാലത്ത് തന്നെ വിൽപത്രം എഴുതി വെച്ചു. ആർക്കും അതിന് എതിർപ്പും ഉണ്ടായിരുന്നില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതോടൊപ്പം ഈ പറയുന്ന മകൾ ഇത് വിൽപ്പിച്ചു. അവർ താമസിക്കുന്ന ഒരു വീടുണ്ടായിരുന്നത് വിൽപ്പിച്ചു. എന്തിനേറെ പറയണം, ഇപ്പം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അതാണ്. ഇവർക്ക് ഈ മാതാപിതാക്കൾ ഈ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇനി അവർക്കതൊരു ബാധ്യതയായി. അതാണ് കാരണം. ഇനി എന്തിനാണ് ഈ വേസ്റ്റുകൾ, ഈ മുടക്കാച്ചാർക്ക് ഇനി ഞങ്ങൾക്ക് എന്തിന്? ഇത് ആരെങ്കിലും കൊണ്ടുപോയി നോക്കട്ടെ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുണ്ട് ആങ്ങള. ആ ആങ്ങളെയും വിളിച്ചു പറയത്തക്ക രീതിയിലുള്ള ബന്ധമൊന്നും ഈ പെങ്ങൾക്കില്ല. ഇനി ഇവരൊക്കെ ഈ മക്കളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇത് പഠിക്കാൻ ഈ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്നേ ഉള്ളൂ. മക്കൾ ഇത് ഏതു കാലത്തോ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ മന്ദന്മാരായ പൊട്ടന്മാരായ മാതാപിതാക്കൾ ഇതിലൊക്കെ ചെന്ന് വീഴുകയാണ്. യഥാർത്ഥം സംഭവിക്കുന്നത് അതാണ്. അപ്പോൾ ഈ വിളവത്തിയായ ഈ മകളുടെ ഒരു ഭർത്താവ് കോന്തനുണ്ടല്ലോ, ആ കോന്തനുണ്ടല്ലോ സാധാരണ രീതിയിൽ ഇടപെടുക. അവൻ എന്താ ചെയ്തത്? മരുമകൻ എന്ന് പറയുന്ന റോള്. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള തുല്യതയില്ലാത്ത ക്രൂരതകൾ ചെയ്യുന്നത് മരുമക്കൾ കണ്ടിട്ടുണ്ട്. അഥവാ മകൻ കൊണ്ടുവരപ്പെട്ട ആ മകൻ്റെ ഭാര്യ ഇത്തരത്തിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. പല കേസുകളുണ്ട്, 1, 2, 3 ഒന്നുമല്ല. പക്ഷേ സ്വന്തം മക്കൾ, അതും പെൺകുട്ടികൾ, മാതാപിതാക്കളോട് കൂടുതൽ സ്നേഹവും കാരുണ്യവും കാണിച്ച് നമ്മളൊക്കെ പറയാറുണ്ട് സാധാരണ, എനിക്ക് 5 ആൺകുട്ടികളാണ് അല്ലേ? അഥവാ ചിലർ പറയും, അപ്പോൾ ഈ 5 ആൺകുട്ടികളെ കൊണ്ട് ഞാൻ വലിയ സമ്പന്നനായി തീരും, സൗകര്യമുണ്ടാകും എന്നൊക്കെ അല്ലേ? അപ്പോൾ നമ്മളൊക്കെ ഒരു കുട്ടി പ്രസവിച്ചാൽ എന്താ കുട്ടി? ആൺകുട്ടിയാണെങ്കിൽ മാത്രമേ മുഖത്ത് ഒരു സന്തോഷം വരുള്ളൂ. പെൺകുട്ടിയായാൽ വലിയ ദേഷ്യം, വെറുപ്പാണ്. എന്താ കാരണം?
ലോകത്തെ സാഹചര്യം അനുസരിച്ച് ഇതിനെ വളർത്തിക്കൊണ്ടുവരുവാനും അതിനെ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കുവാനൊക്കെ ഒരു ബാധ്യതയായി എന്ന് മാത്രമല്ല, പിന്നെ നമുക്ക് ഒരു ഉപകാരത്തിനും ഈ പെൺകുട്ടിയെ കിട്ടുന്നില്ലല്ലോ. അതോടൊപ്പം ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടും, അല്ലെ, നമുക്ക് അവർ കൊണ്ട് വല്ല വരുമാനം കിട്ടും. ഇതാണ് ലക്ഷ്യം. പക്ഷേ നമ്മൾ സാധാരണ ഈ ഒരു ലക്ഷ്യത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ വിചാരിക്കും സാധാരണ രീതിയിൽ പെൺകുട്ടികളാണ് നല്ലത്. ഇപ്പോൾ ഇക്കാലത്ത് പ്രത്യേകിച്ച് ഈ ആൺകുട്ടികൾ വിവാഹം ചെയ്ത് കഴിഞ്ഞ് പോയാൽ പിന്നെ അവർ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് താമസിക്കും. നമ്മളെ നോക്കാനും നമ്മളെ സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ ഉണ്ടാവുക നമ്മുടെ പെൺകുട്ടികളാണല്ലോ. നമ്മുടെ പ്രത്യേകിച്ച് വാർദ്ധക്യകാലത്ത് നമ്മൾ ഒരു പായ്ത്തലയിൽ കിടന്നാൽ അങ്ങനെ പറയുക, നമ്മളെ സംരക്ഷിക്കാനും പരിചരിക്കാനും പിന്നെ ഉണ്ടാകുന്നത് നമ്മളുടെ പെൺകുട്ടികളാണ്. അപ്പോൾ ആ തരത്തിൽ പെൺകുട്ടികളോട് കെട്ടിപ്പിടിച്ച് വാത്സല്യത്തോടു കൂടെ, അതാണ് മാതാപിതാക്കൾക്ക് എപ്പോഴും പെൺകുട്ടികളോടാണ് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക. എന്തെങ്കിലും ഒരു സാധനം വരെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് പെൺകുട്ടികൾക്കാണ്. ആ മകൻ്റെ കാര്യത്തിലല്ല ശ്രദ്ധിക്കുക. എപ്പോഴും ഈ അമ്മയും മകളും തമ്മിൽ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മരുമകളെയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇവരെപ്പോഴും ഈ മാതാപിതാക്കളും പെൺകുട്ടികളും തമ്മിൽ നല്ല അറ്റാച്ച്മെൻറ്റാണ്. ആ അറ്റാച്ച്മെൻറ്റിന് പോലും വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ വർക്കലയിൽ നടന്നത്. ആ സ്വന്തം മകളാണ് ഈ പാവപ്പെട്ട രോഗികളും വയസ്സന്മാരുമായ ഈ മാതാപിതാക്കളെ ഗേറ്റിന് പുറത്തേക്ക് പടിയടച്ച് ഗേറ്റടച്ച് അവരെ പിണ്ടം വെച്ചു. ആലോചിച്ച് നോക്കുക, ആളുകളൊക്കെ ഓടിക്കൂടി. മാത്രമല്ല എന്തുമാത്രം പ്രയാസത്തിൽ സംസാരിക്കേണ്ടി വന്നു ആ മാതാപിതാക്കൾക്ക്. നിങ്ങൾ ആ രംഗം കണ്ടതാണല്ലോ, നിങ്ങളതൊന്നുകൂടെ കണ്ടു നോക്കൂ. ഇപ്പം നിങ്ങൾ കണ്ടില്ല ആ രംഗങ്ങളൊക്കെ. ആലോചിച്ച് നോക്കൂ. അയാൾ സങ്കടപൂർവ്വം വീണ്ടും പറയുന്നുണ്ട്, ആ അമ്മ പറയുന്ന സങ്കടകരമായ വാക്കുകൾ. ഇവർക്ക് ഏത് മതത്തിൻ്റെ പേരിലായാലും വിശ്വാസത്തിൻ്റെ പേരിലായാലും ഈ മാതാപിതാക്കളെ ഇത്രയേറെ വേദനിപ്പിച്ച ഇവർ ഏത് ലോകത്താണ്? ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാശിയിൽ പോയിട്ട് ഒന്ന് മുങ്ങി കുളിച്ചാൽ മതി എന്ന് വിചാരിക്കുകയാകും യഥാർത്ഥത്തിൽ ഈ മകൾ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കി. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പാപപരിഹാര കർമ്മത്തിന് ജ്യോത്സ്യന്മാർ വരും. അപ്പോൾ ഇന്നെ മാതിരി ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് ഏതെങ്കിലും ലേശം സ്വർണം കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേറെ വെള്ളി കൊണ്ട് ഏതെങ്കിലും ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കി കൊടുത്താൽ ഈ പാപകർമ്മത്തിനൊക്കെ പരിഹാരമായി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നേരെ ഏതെങ്കിലും ഒരു ശബരിമലയ്ക്ക് ഒരു എന്താ പറയുക ഒരു തീർത്ഥാടനം നടത്തിയാൽ മതി. അപ്പം നിങ്ങളുടെ പാപങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്താ പറയുക നാശിനി എന്ന് പറയുന്ന ഒരു പുഴയുണ്ട്, ആ പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ചാൽ മതി, പ്രശ്നങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്നൊക്കെ അവരോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. എന്ത് തന്നെയായാലും എനിക്ക് ഇതിൽ പറയാനുള്ളത് ഒരു എന്താ പറയുക, ഒരു ഭർത്താവുണ്ടല്ലോ, ഒരു കൈക്കരുത്ത് ഉണ്ടാവേണ്ടവനല്ലേ ഈ സമയത്ത്. എടി, എന്താ നീ ചെയ്യുന്നത് നിൻ്റെ മാതാപിതാക്കളോട്? എനിക്കുമുണ്ടല്ലോ മാതാപിതാക്കൾ, ലോകത്ത് എല്ലാവർക്കുമുണ്ട് മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾ നമ്മളെ വിശ്വസിച്ചല്ലേ നമ്മളെ കൂടെ ഇറങ്ങി വന്നത്. മാത്രമല്ല 10-35 ലക്ഷം രൂപയും ഒരു പ്രമാണവും കൂടാതെ അവർ നമുക്ക് തന്നവരല്ലേ എന്ന് പറയാനുള്ള ഒരു മനക്കരുത്തും ഒരു കൈക്കരുത്ത് തെളിയിക്കാൻ ഈ പെണ്ണിനിട്ട് 2 പൊട്ടിച്ചു കൊടുക്കേണ്ടതായിരുന്നു. ഈ വഞ്ചകിയായ ഭാര്യ മോശമാണെങ്കിൽ അതിന് കഴിയേണ്ടിയിരുന്നു, 2 പൊട്ടിച്ചു കൊടുക്കണം അവൾക്ക്. പക്ഷേ അതിന് പോലും പ്രാപ്തി കാണിക്കാത്ത ഇവൻ്റെ ലക്ഷ്യം എന്താ? അതാ നമ്മൾ സങ്കടപ്പെടേണ്ടത്. ഈ പെണ്ണിനേക്കാളും മോശമായ ലക്ഷ്യം ഈ മരുമകനുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്താ ലക്ഷ്യം? ഇപ്പോൾ സ്വാഭാവികമായിട്ടും കലക്ടർ ഇടപെട്ടു, മന്ത്രി ഇടപെട്ടു, ലോകം മുഴുവൻ അറിഞ്ഞു. ഇപ്പോൾ എന്തായി തീർന്നു? ഈ അമ്മയെയും ഈ അച്ഛനെയും ഞങ്ങളുടെ വീട്ടിലേക്ക് കടത്തുകയാണെങ്കിൽ, അഥവാ ഞങ്ങളെ കൂടെ താമസിപ്പിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെയുള്ള ഈ വഞ്ചത്തി പറയുന്നുണ്ട്. ഈ വഞ്ചത്തി മോള് പറയാണ് കാണിച്ചു തരാം അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താ കാണിച്ചു കൊടുക്കാൻ? എന്താടി കാണിച്ചു കൊടുക്കാനുള്ളത്? സ്വന്തം മാതാപിതാക്കളുടെ പൈസ പറ്റിച്ച്, ഇനി പൈസയൊന്നുമില്ലെങ്കിൽ പോലും അവരെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്ക് നിയമപരമായിട്ടുണ്ട്. അതൊന്നുമില്ലാത്ത രീതിയിൽ നീ എന്ത് ചെയ്യാനാ? ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് സൂയിസൈഡ് ചെയ്യുന്നതാണ് ആ സ്ത്രീ പറയുന്നത്. അതുകൊണ്ട് ആർക്കാ നഷ്ടം? സൂയിസൈഡ് ചെയ്തെങ്കിൽ നിനക്ക് നഷ്ടം. സമൂഹത്തിൽ ഈ മാതാപിതാക്കൾക്ക് ഒരു കേസും വരാനില്ല. നീ അത് ചെയ്യേണ്ടവൾ തന്നെ. നിനക്ക് ഇതിനേക്കാളും വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ്. നിന്റെ പ്രായത്തിനും ഇതൊക്കെ സംഭവിക്കും. നീ വിചാരിക്കുന്നുണ്ടോ നീ കാലാകാലം ഇവിടെ ജീവിക്കുമെന്ന്? ഈ മാതാപിതാക്കളുടെ ഒരവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ നിനക്കും നിന്റെ ഭർത്താവിനും വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ ഈ മക്കള് തീർച്ചയായിട്ടും നിന്നോടും നിന്റെ ഭർത്താവിനോടും ഇതിനേക്കാൾ ഉപരിയായിട്ട് താക്കോല് കൊണ്ടുവന്ന് കൊടുത്ത നിന്റെ മകനൊക്കെ ഉണ്ടല്ലോ, അതാ ഇപ്പം 2ാം പേര് ഞങ്ങൾ വീട് മാറിയിരിക്കുന്നു. അവർ
ആലോചിച്ച് നോക്ക്. വീട് മാറിയിട്ട് ആ വീടിൻ്റെ താക്കോൽ ഇപ്പോൾ എല്ലാവരും ഇടപെട്ടതിന് ശേഷം ഈ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുമകൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. എന്തുമാത്രം സങ്കടകരം അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്താ കാരണം? ഈ ചെറുമകൻ വലുതാവും ഇതൊക്കെ കണ്ടിട്ടാണ് അവനും വളരുന്നത്. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവനും അവൻ്റെ ഭാര്യയും ഒക്കെ നിങ്ങളെയും ആട്ടിപ്പുറത്താക്കും ഇതുപോലെ. തീർച്ചയായിട്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഇത് മാതാപിതാക്കളാണ്. അവരുടെ കണ്ണുനീരിന് തീർച്ചയായിട്ടും പരമകാരുണികനായ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇതൊന്നും പടച്ചോൻ കാണുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളിത് അനുഭവിക്കും. ആ ക്യാൻസർ രോഗിയായ പിതാവിനോടും ആ വാർദ്ധക്യത്തിലെത്തിയിട്ട് ആ മാതാവിനോടും ഇത്തരത്തിൽ ഏറ്റവും നിന്ദ്യമായ ഈ പ്രവൃത്തി ചെയ്ത നിങ്ങളെ ദുനിയാവിലും അഥവാ ഈ ലോകത്ത് ദൈവം നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ടിപ്പോൾ എന്താ ഇപ്പോൾ ഇവരുടെ ലക്ഷ്യമറിയൂ? അതാ നിങ്ങൾ നോക്കേണ്ടത്. ഈ വിളവെത്തി കൂടെയാണ് ഇവർ. അപ്പോൾ എന്താ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പം താക്കോൽ കൊടുക്കുക. അപ്പോൾ എന്താ പ്രധാനം? ഇവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അതാണ് ഇപ്പോൾ പ്രശ്നം. കൂടെ താമസിപ്പിച്ചാൽ ഇവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. ഇവർക്ക് രോഗികളാണ് ഇവർ. അപ്പോൾ ഇവരെ ആസ്പത്രിയിൽ കൊണ്ടുപോകേണ്ടി വരും. ഇവരെ പരിചരിക്കേണ്ടി വരും. ഇവരൊരു കിടക്കപ്പായിൽ കിടന്നാൽ അവരെ പരിചരിക്കണം, ശുശ്രൂഷിക്കണം. അപ്പോൾ അതിനൊന്നും ഒരാളെ നിർത്തിക്കൊടുത്തുകൂടെ? ഒരു ഹോം നേഴ്സിന് അതിനയച്ചൊക്കെ പൈസ ഉണ്ടല്ലോ. അപ്പോൾ അതല്ല ഇവിടെ ആ പൈസ മുഴുവൻ വിഴുങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഹോം നേഴ്സിനെ നിർത്തിയിട്ട് ആര് പൈസ കൊടുക്കും? ഇപ്പം ഇവർ രണ്ടുപേരും ആരായി തീർന്നിരിക്കുന്നു? കറവ പശു. ഒരു കാലത്ത് കറവ പശു ആയിരുന്നു, കറന്നെടുക്കാമായിരുന്നു. ഇപ്പോൾ കറവ വറ്റിയ പശുക്കളാണ് ഇവർ. കറവ വറ്റിയ മൂരിയും പശുവുമാണ് ഇപ്പോൾ ഈ മാതാപിതാക്കൾ. അപ്പോൾ അതുകൊണ്ട് ഇനി അവരെ കൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ കൊലപ്പെടുത്തുക എന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ കാബാലികയായ ഈ മകള് ആ ഭർത്താവിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നെങ്കിലോ ദൈവാനുഗ്രഹത്താൽ അത് സംഭവിച്ചിട്ടില്ല. അതാണ്. അല്ലെങ്കിൽ അത് എത്രയോ പ്രാവശ്യം ഇത്തരത്തിലുള്ള സ്ത്രീകൾ കൊലപ്പെടുത്തുമായിരുന്നു തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി. നമ്മൾ ധാരാളം എന്നും അനുദിനം എന്ന വണ്ണം പത്രത്തിലും വാർത്തകളിലും ഈ സംഭവം കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവം? എന്ത് തന്നെ ആയാലും ഇവർ കുറച്ച് പ്രായാധിക്യം കൊണ്ടുമൊക്കെ വയ്യാതായല്ലോ. ഇനി തന്ത്രപരമായിട്ട് കുറച്ചു കാലമല്ലേ ഇവർ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ തൽക്കാലം ആ വീട്ടിൽ അങ്ങനെ കിടക്കട്ടെ. അങ്ങനെ ആ കിടന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ അവർ മയ്യത്താവും. സ്വാഭാവികമായിട്ട് വയ്യാത്തവരല്ലേ. അപ്പോൾ മാനസികമായ ടെൻഷനും മറ്റു പ്രയാസങ്ങളും ഒക്കെ കൂടായിട്ട് ഇവർ രണ്ടും മരണപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഭർത്താവ് മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ്. അച്ഛൻ മരിച്ചാൽ പിന്നെ അമ്മ അധികകാലമൊന്നും ജീവിച്ചിരിക്കില്ല. ഈ അമ്മ ആദ്യം മരിച്ചാൽ ഈ അച്ഛനും അധികകാലമൊന്നും ജീവിച്ചിരിക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് സാധ്യമാകുമെന്ന ഒരു ലക്ഷ്യമാണ്. അപ്പോൾ കുറഞ്ഞ കാലം കേവലം വളരെ അവരുടെ ഭാഷയിൽ വളരെ ഒരു ഹ്രസ്വകാലം മാത്രമേ ഈ വാടകയ്ക്ക് പോയിട്ട് സഹിക്കേണ്ടതുള്ളൂ. അങ്ങനെ ആ വാടകയ്ക്ക് കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് ഇവർ രണ്ടുപേരും തീർന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും നമ്മുടെ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യാം. നിയമാടിസ്ഥാനത്തിൽ അവർക്ക് തന്നെയാണ് പ്രമാണമൊക്കെ ആ മകളുടെ പേരിൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ആ മകളുടെയും മകളുടെ ഭർത്താവിൻ്റെയും ഒക്കെ പേരിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതാണ് ആ വിളവന്മാരായിട്ടുള്ള ഈ പറയുന്ന മകളും ഭർത്താവും ഇപ്പോൾ തീരുമാനിച്ച് വേറെ വാടക വീട് എടുത്ത്, അല്ലാതെ വാടക കൊടുത്ത് മുടിയാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തതല്ല. അവരുടെ എന്താ പറയുക, അവരുടെ പ്ലാനാണ്, ഭാവി പ്ലാനിങ് വളരെ വിദഗ്ധമായിട്ട് നടപ്പിലാക്കിയ. അല്ലാതെ ഇപ്പോൾ ആ കലക്ടറുടെ ആ മറുപടിക്കനുസരിച്ചും ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദത്തിനും വിധേയമായ ആളുകളുടെ രോഷത്തിനൊക്കെ ഒരു ശമനം കിട്ടാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. ഇതിൻ്റെ ലക്ഷ്യം ഇതാണ്. എന്തു തന്നെയായാലും ഇപ്പോൾ ഈ മാതാപിതാക്കൾ ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നാണ് സന്തോഷകരമായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഇനി അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം ആളുകൾ തയ്യാറായിട്ട് അവർക്ക് ഏതെങ്കിലും ഒരു ഹോം നേഴ്സിനോ മറ്റോ നിർത്തി കൊടുത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും സുരക്ഷിതത്വമായ ഒരു സംവിധാനം ഇനി നാട്ടുകാരെങ്കിലും കണ്ടെത്തിയിട്ട്, രണ്ടുപേരല്ലേ, ഇനി അതുമില്ലെങ്കിൽ അവരെ വൃദ്ധസദനത്തിൽ പാർപ്പിക്കട്ടെ. അല്ലാതെ എന്താ ചെയ്യുക? വൃദ്ധസദനത്തിൽ പാർപ്പിച്ചാൽ പോലും ഇനി ഞാൻ ഈ മക്കൾക്ക് ഇത് കൊടുക്കില്ല എന്ന് പറയാവുന്ന ഒരവസ്ഥ അവർക്ക് ഇനി പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ പ്രമാണമൊക്കെ രേഖപ്പെടുത്തി കൊടുക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. അതാണല്ലോ വിൽപത്രത്തിലൊക്കെ ഞങ്ങൾ എഴുതി വെച്ചു, ഞങ്ങൾ അങ്ങോട്ട് എല്ലാം ഈ മക്കൾക്ക് തന്നെ കൊടുത്തു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ജീവിച്ചിരിപ്പുള്ള എല്ലാ മാതാപിതാക്കൾക്കും ഇനി വരാനുള്ള ഒരു തലമുറക്കും ഒരു വലിയ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ തിരുവനന്തപുരത്തെ വർക്കലയിലെ ഈ 70 വയസ്സ് പിന്നിട്ട ഈ വയോധികർക്ക് വന്ന് പറ്റിയിട്ടുള്ള ഈ വേദനാജനകമായ സംഭവം ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തർക്കും വന്നു പറ്റും. അതുകൊണ്ട് മനുഷ്യന്മാരെ, നിങ്ങൾ മയ്യത്താകുന്നതിന് മുമ്പ്
നിങ്ങളുടെ സ്വത്തുക്കളൊന്നും ഇവർക്ക് വിഭജിച്ച് കൊടുക്കാതിരിക്കൂ. നിങ്ങൾ മരണപ്പെട്ടതിനു ശേഷം ആ മക്കൾക്ക് നിയമാനുസൃതമായ രീതിയിൽ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ. നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ഉപയോഗപ്പെടുത്താനുള്ളതാണ് നിങ്ങൾ നയിച്ചുണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ സ്വത്തുക്കൾ. അത് മക്കളായാലും മരുമക്കളായാലും പേരക്കുട്ടികളായാലും അവർക്ക് മുൻകൂട്ടി എഴുതി വെച്ച് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ദുരന്തത്തിൽ ചെന്ന് ചാടരുതെന്ന് വളരെ വിനീതമായിട്ടൊരു സന്ദേശമായിട്ടാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.